ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ് വേൾഡ്. ഇന്ന് നമ്മുടെ അടുക്കളയിലെ ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. നല്ല പഴുത്ത ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചക്ക ബജിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. പ്രധാനമായും വേണ്ടത് നല്ല മധുരമുള്ള ചക്കച്ചുള, പിന്നെ തയ്യാറാക്കാൻ ആവശ്യത്തിന് മൈദാമാവ്, ഒരു നുള്ള് സോഡാപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ മാവ് കലക്കാൻ ആവശ്യത്തിന് വെള്ളം, കുറച്ച് മുളക് പൊടി, അത് വേണമെങ്കിൽ മതിയേ. അവസാനം വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണയും കൂടി. ആദ്യം നമുക്ക് ബജിക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് മൈദാമാവ് എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ ബജി സോഫ്റ്റായി കിട്ടാനായിട്ട് ആവശ്യത്തിന് സോഡാപ്പൊടിയും ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് മാവ് കട്ട പിടിക്കാതെ തീരെ ലൂസാക്കാത്ത രീതിയിലും ചക്കയിൽ പറ്റി പിടിക്കുന്ന രീതിക്കനുസരിച്ച് നന്നായിട്ട് കലക്കി കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്കച്ചുളകൾ ഈ മാവിലേക്ക് നന്നായി മുക്കിയെടുക്കാം. ചക്കയുടെ എല്ലാ ഭാഗവും മാവ് നന്നായി ആകുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വച്ചിരിക്കുന്ന നല്ല തിളച്ച എണ്ണയിലേക്ക് പതിയെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതൊരൽപ്പം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നോക്കി നിൽക്കുക, ശ്രദ്ധിക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ചെറിയ തീയാണെങ്കിൽ പതിയെ കിടന്നങ്ങ് വെന്തോളും. ഇല്ല എങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ആദ്യം നമ്മളിട്ട സൈഡ് നല്ല ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് കൂടി നല്ല ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വേവട്ടെ. അത്രയും സമയം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, തിന്നാൻ കൊതിയാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചൂട് പറക്കുന്ന മധുരമുള്ള ചക്ക ബജി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ചക്ക ബജി ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് വെച്ച ഉടനെ ഒരാൾ കൊതി കൊണ്ട് എടുത്ത് കഴിക്കുവാണ്. ഇനി ആ ആൾ പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ചക്ക ബജി. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.